ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 1643. ഇന്ന് ജൂൺ മാസം 30-ാം തീയതി 182-ാമത്തെ ദിവസത്തിലെത്തി. വീണ്ടും ഒരു ഞായർ ദിനമാണ്. സുറിയാനി സഭയെ സംബന്ധിച്ച് ഒരു വലിയ പെരുന്നാൾ ദിനവും 12 അപ്പോസ്തോലന്മാരുടെ ഓർമ്മ പെരുന്നാൾ കൂടിയാണ് ജൂൺ മാസം 30-ാം തീയതി. അപ്പോസ്തോലന്മാരുടെ പേരുകൾ ഒന്ന് ഓർത്തെടുത്തേ മതിയാവും. കഴിഞ്ഞ നോമ്പിന്റെ ദിനങ്ങളിൽ 8 പേരെ നമ്മളൊന്ന് പേരെടുത്ത് പരിചയപ്പെട്ടിരുന്നു. അന്ത്രയോസ് ആയിരുന്നു ആദ്യം, അനുജനായ പത്രോസ് രണ്ടാമൻ, യേശു കണ്ടെത്തിയ ഫിലിപ്പോസ് മൂന്നാമൻ, ഫിലിപ്പോസ് കണ്ടെത്തിയ ബർത്തുൽമായി നാലാമൻ, പിന്നെ സബദിയുടെ മക്കളായ ഇടിമക്കളെന്ന് വിശേഷിക്കപ്പെടുന്നു യാക്കോബും യോഹന്നാനും കൂടെ ചേരുമ്പോൾ സംഘത്തിന്റെ എണ്ണം 6 ആയിരുന്നു. പിന്നീട് സുവിശേഷത്തിൽ ആദ്യം എഴുത്തുകാരൻ മത്തായി സ്ലീഹ 7-ാമനും ഭാരതത്തിന്റെ അപ്പോസ്തോലനായ തോമസ് സ്ലീഹ 8-ാമനും എത്തി. 9ഉം 10ഉം ആരാണ്? 9 ചെറിയ യാക്കോബ് എന്നറിയപ്പെടുന്ന ആളാണ്, ചെറിയ യാക്കോബ്. 10 എരിവുകാരനായ ശീമോനാണ്. അങ്ങനെയൊരു കൂട്ടരുണ്ടായിരുന്നു, കുറച്ചൊരു തീവ്രവാദ സ്വഭാവമുള്ള ഒരു കൂട്ടം ആളുകൾ. ശീമോൻ, സൈമൺ. 11-ാമന് 3 പേരുണ്ട്. തഥായി എന്നറിയപ്പെടും, ലാബി എന്നറിയപ്പെടും, യൂദ എന്നറിയപ്പെടും. ഈ യൂദാസ്ലീഹായുടെ മധ്യസ്ഥ പ്രാർത്ഥനയൊക്കെയാണ് ദിനപത്രങ്ങളിലൊക്കെ ഇങ്ങനെ തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. 11-ാമൻ തഥായി അല്ലെങ്കിൽ ലാബി അല്ലെങ്കിൽ യൂദ. 12-ാമന്റെ പേര് തൽക്കാലം നമ്മൾ പറയാതെ പറഞ്ഞു പോകാൻ പറ്റും. ഇന്ന് 12 സ്ലീഹന്മാരെ ഓർക്കുന്ന ദിവസമാണ്. പത്രോസിന്റെ ഉയർച്ചയും താഴ്ചയും ഒക്കെ കണ്ടു കേട്ടു. യേശു പത്രോസിനെ കഠിനമായി ശാസിക്കുന്നുണ്ട്. തന്റെ പീഡാനുഭവത്തെക്കുറിച്ച് പറയുമ്പോൾ അതൊന്നും സംഭവിക്കരുത് എന്ന് യേശുവിനെതിരെ നിന്ന് പറയുമ്പോൾ അവിടെ നിന്ന് താന് എങ്ങനെയാണ് പിന്നെ ശിഷ്യന്മാരുടെയൊക്കെ നേതൃത്വ നിരയിലേക്ക് എത്തുന്നത്? ഉയർപ്പിന് ശേഷമാണ്. പത്രോസിനെ യഥാസ്ഥാനപ്പെടുത്തുന്ന അതിമനോഹരമായ രംഗമുണ്ട് വിശുദ്ധനായ യോഹന്നാൻ സ്ലീഹയുടെ സുവിശേഷത്തിന്റെ അവസാന അധ്യായത്തിൽ. യോഹന്നാന്റെ മകനായ ശീമോനെ, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നു എന്ന യേശുവിന്റെ ചോദ്യം 3 തവണ ആവർത്തിക്കുന്നില്ലേ? ചോദ്യമൊക്കെ തൽക്കാലം വിടാം. പത്രോസിന്റെ ഊവ് എല്ലാം നീ അറിയുന്നു, എന്നെ അറിയുന്നു എന്നുള്ള ഉത്തരവും വിടാം. യേശുവിന്റെ അഭിസംബോധന മാത്രം എടുക്കാം. യോഹന്നാന്റെ പുത്രനായ ശീമോനെ. പണ്ടിങ്ങനെ പറഞ്ഞിരുന്നു, നീ യോഹന്നാന്റെ പുത്രനായ ശീമോനാണ്, എന്നാൽ നീ ഇനി പത്രോസ് എന്നറിയപ്പെടും. ആ മനുഷ്യനെ യേശു തന്റെ ഉയർപ്പിന് ശേഷം വിളിക്കുന്നത് ആ പഴയ പേരിലാണ്. പത്രോസെ, നീ എന്തിനാണ് നിന്റെ പഴയ ജീവിതത്തിലേക്ക് പോയത്? നീ എന്തിനാണ് വീണ്ടും ശമോവനായി മാറിയെന്നാണ് യേശുവിന്റെ അഭിസംബോധനയുടെ ആഴമുള്ള അർത്ഥം. അവിടെ നിന്ന് വീണ്ടും ഉറപ്പുള്ള പത്രോസായി മാറാനായിട്ട് എന്നെ ഏറ്റുപറഞ്ഞേ മതിയാവും. എന്നെ സ്നേഹിക്കുന്നുവെന്ന് നീ ഉള്ളുകൊണ്ട് തിരിച്ചറിയണം, ഏറ്റെടുക്കണം. അങ്ങനെയാണ് പത്രോസ് ഉവകർത്താവേ എന്ന് പറയുന്നത്. എല്ലാവരും നിന്നെ ഉപേക്ഷിച്ചാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ലെന്നൊക്കെ പറഞ്ഞ പത്രോസാണ് ആ രാത്രിയിൽ യേശു പിടിക്കപ്പെട്ട ബന്ധനസ്ഥനായ വിസ്താരണത്തിന് വിധേയമാകുന്ന രാത്രിയിൽ തള്ളിപ്പറയേണ്ടി വന്നതൊക്കെ. അവിടെ നിന്നാണ് ഒരു പുനർജന്മം കിട്ടുക പത്രോസിന്. ഏതൊരാൾക്കും ക്രിസ്തു വഴിയിൽ സംഭവിക്കാവുന്ന ഇടർച്ച തന്നെയാണിത്. ഇതിൽ നിന്ന് ഏതൊരാൾക്കും രക്ഷപ്പെടാനായിട്ട് മാർഗമുണ്ട്. ക്രിസ്തു സന്നിധിയിൽ സമ്പൂർണ്ണ സമർപ്പണത്തിന്റെ സാധ്യത തേടുക. അവിടെ നിന്ന് ക്രിസ്തു നമ്മളെ കൈപിടിച്ച് ഉയർത്തും. കർത്താവെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, എല്ലാം അറിയുന്നു. അങ്ങനെ നേറ്റു പറയാനായിട്ട് 12 അപ്പോസ്തലന്മാരുടെ ഓർമ്മ പെരുന്നാളിൽ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. ആമേൻ.